കാര്യം തുടങ്ങുമ്പോഴും നമുക്കൊരു ഗുരുവന്ദനം, ഗണപതി വന്ദനം, സരസ്വതി വന്ദനം നമ്മുടെ പാരമ്പര്യത്തിലുള്ളതാണ്. അപ്പോൾ ഗുരുവന്ദന ശ്ലോകം ചൊല്ലാം, കൂടെ ചൊല്ലാം, അറിയാവുന്നതാണ്. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതോ വന്ദേ ഭഗവന്തോ പുനഃ പുനഃ. ഓം ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്തജംബൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ആമുഖമായി പറയേണ്ടതൊക്കെ അരുൺ പറഞ്ഞു കഴിഞ്ഞു. തുളസി എന്ന സമിതിയുടെ ഉദ്ദേശം തന്നെ നമുക്ക് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ നിഷ്ഠകൾ, നമ്മുടെ ശരീരങ്ങൾ, നമ്മുടെ പാരമ്പര്യങ്ങളൊക്കെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിന് നമ്മൾ നോക്കുമ്പോൾ കുറച്ച് ആളുകളേ ഉള്ളൂ. പക്ഷേ ഈ ചെറിയ കൂട്ടായ്മയിൽ നിന്ന്, ചെറിയ കുടുംബ സംഗമത്തിൽ നിന്ന് നമുക്കിതിൻ്റെ ആരംഭം കുറിച്ചാൽ ഇത് പിന്നീട് വളർന്ന് ഓരോ കാലത്ത് ഓരോരുത്തർ കൊണ്ടുപോയിക്കോളും. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ രാമായണം തന്നെ തിരഞ്ഞെടുക്കും. കാരണം രാമായണം അനാദിയായിട്ട് നമ്മുടെ ജീവിതവുമായിട്ട് ചേർന്ന് നിൽക്കുക. അതിൻ്റെ പഴക്കം നിർണ്ണയിക്കാൻ കൂടി കഴിഞ്ഞിട്ടില്ല. നമുക്കറിയാം ആദ്യത്തെ ഇതിഹാസം അല്ലെങ്കിൽ ആദ്യത്തെ ഗ്രന്ഥം എന്നൊക്കെ രീതിയിൽ ആദ്യത്തെ മഹാകാവ്യമായിട്ടൊക്കെ രാമായണത്തെ പറയുന്നുണ്ട്. അതിൽ ഏത് കാലത്തെ പഴക്കമെന്ന് ചോദിച്ചാൽ അറിയില്ല. അതിന് അനാദിയായ കാലം. ഇപ്പം ത്രേതായുഗത്തിലാണ് രാമന്റെ കാലം എന്ന് പറയും. ആ കാലത്ത് തന്നെയാണ് വാൽമീകിയുടെ കാലവും. ആ കാലത്തിൽ എഴുതപ്പെട്ടതാണ്. അത് 10,000 വർഷങ്ങൾക്ക് മുമ്പാണ്. ലോകത്തിന് എഴുത്തും വായനയെക്കുറിച്ച് ചിന്തിക്കാൻ കൂടി കഴിയാത്ത കാലത്താണ് ഭാരതത്തിൽ രാമായണം ഉണ്ടായിരുന്നത്. അത്ര മഹത്തരമായൊരു പാരമ്പര്യം രാമായണത്തിനുണ്ട്. നമ്മളൊക്കെ സന്ധിക്ക് നാമം ചൊല്ലുന്ന കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ ഇപ്പോൾ ആധുനിക കാലത്ത് എന്താണ് രാമായണത്തിന്റെ പ്രസക്തി? രാമായണം എത്രത്തോളം നമ്മുടെ ജീവിതമായിട്ട് ചേർന്നിരിപ്പുണ്ട്? രാമനെ കുറിച്ച് നമുക്ക് എന്തറിയാം എന്നൊക്കെ ചോദിച്ചാൽ ഒരുപക്ഷെ നമ്മളൊന്ന് സംശയിക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോഴത്തെ കാലത്തിന്റെ പോക്ക്. അപ്പൊ അവിടെ ചെറുതായിട്ടെങ്കിലും രാമായണത്തെക്കുറിച്ച് നമുക്കൊരു ശരിയായ അറിവ് എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. വിശദമായൊരു പഠനത്തിനുള്ള സാഹചര്യം ഈ 7 ദിവസം കൊണ്ട് നടക്കില്ല. അത്ര വലുതാണ്. എന്നാലും ചെറിയ രീതിയിൽ നമുക്ക് അതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാം. അത്യാവശ്യം രാമായണത്തെക്കുറിച്ച് ഒരാൾ ചോദിച്ചാൽ അല്ലെങ്കിൽ നമുക്കൊന്ന് ഉള്ളിലെങ്കിലും മനസ്സിലാക്കാം. ശ്രീരാമ രാമ രാമ എന്ന് നമ്മൾ ജപിക്കുമ്പോൾ അത് നമ്മുടെ ഉള്ളിൽ തട്ടി ജപിക്കണമെങ്കിൽ രാമൻ നമ്മുടെ ആരെങ്കിലുമൊക്കെ ആവണം. അത്ര പ്രിയപ്പെട്ടതാണ്. എന്നാലേ അതുകൊണ്ട് കാര്യമുള്ളൂ. അപ്പം അങ്ങനെ ജപിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ രാമായണത്തെക്കുറിച്ച് കുറച്ച് ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ കാലത്ത് നമ്മുടെ പാരമ്പര്യം അല്ലെങ്കിൽ നമ്മുടെ പഴയ ചര്യകളൊക്കെ അപരിഷ്കൃതമാണെന്ന് പറഞ്ഞു വരുന്നൊരു കാലം. നാളെ പറയും രാമായണമൊക്കെ എന്തിനാ വായിക്കുക, അല്ലെങ്കിൽ എന്തിനാ ഈ സന്ധിക്ക് നാമം ചെല്ലുന്നത്, എന്തിനാ വിളക്ക് കത്തിക്കുന്നത് എന്നൊക്കെ ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ തന്നെ ഗുരുവിൻ്റെ പാദപൂജയ്ക്കെതിരെ വലിയ വിവാദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പാദനമസ്കാരം, പാദപൂജ, ഗുരുവന്ദനം ഇതൊന്നും വേണ്ടാത്തതാണെന്ന് ഒരു വിഭാഗം ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവിടെ ഇതൊക്കെ വേണ്ടുന്നതാണെന്നും ഒരു തലമുറ ഇത് കൈക്കൊണ്ട് വന്ന് നമ്മളിലേക്ക് പകർന്നതാണെന്നും നമ്മളത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ആവശ്യമാണെന്നും നമ്മൾ മനസ്സിലാക്കിയിരിക്കും. അപ്പോൾ രാമായണത്തെക്കുറിച്ച് ആരാണ് രാമൻ, എന്താണ് രാമായണം എന്ന് ചോദിച്ചാൽ നമുക്ക് എന്തുത്തരം പറയാനുണ്ട്? രാമായണത്തിന്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്തെങ്കിലും ഉത്തരം പറയാനുണ്ട്? വെറുതെ ഒരു ചർച്ച മാത്രം, അല്ലെങ്കിൽ ഞാൻ പറയുന്നു നിങ്ങൾ കേൾക്കുന്നു എന്നുള്ളതിന് അപ്പുറമായിട്ട് ഒരു ചോദ്യം വന്നാൽ അതിന് കഴിയുന്ന രീതിയിലൊരു മറുപടി കൂടി പ്രതീക്ഷിക്കുന്നു. രാമായണം നമുക്ക് ആവശ്യമുണ്ടോ എന്നുള്ള ചോദ്യത്തിൽ ആവശ്യമുണ്ടെന്ന് എല്ലാവരും പറയും. കാരണം എന്താ, ശ്രീരാമൻ നമ്മളുടെ ഇഷ്ടദേവതയൊക്കെയാണ്. പലരുടെയും നമ്മൾ സന്ധിക്ക് നാമം ചൊല്ലാറുണ്ട്. പക്ഷെ രാമായണത്തിന്റെ ഇപ്പോഴത്തെ ആവശ്യകത എന്താണെന്ന് ചോദിച്ചാൽ എത്ര പേർക്കറിയാം? ഇപ്പോഴത്തെ കാലത്ത് രാമായണത്തിന്റെ ആവശ്യകത എന്താണ്? ഏകദേശം നേരത്തെ പറഞ്ഞു 10,000 വർഷങ്ങൾക്ക് എഴുതപ്പെട്ട ഒരു കൃതിയാണ്. ഈ 2025 രാമായണത്തിന്റെ ആവശ്യകത നമ്മൾക്ക് എന്താണ്? വളരെ പെട്ടെന്ന് എന്തെങ്കിലും പറഞ്ഞാൽ ധർമ്മത്തെ മാറ്റാനായി,
കലിയുഗം അധർമ്മം അല്ല ധർമ്മത്തെ പരിപാലിക്കാൻ ഈ വരുന്ന കലിയുഗത്തിൽ അധ്യാത്മ രാമായണവും ജ്ഞാനവും എല്ലാം നമുക്ക് ആവശ്യമായിട്ട് ഒരു കാലഘട്ടമാണ്. നമുക്ക് രാമായണം അങ്ങനെ ഈ കാലഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ ഗുണകരമായി നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ? ഉപയോഗിക്കാമല്ലോ. നമുക്ക് വേണ്ടുന്നവർക്ക് ഉപകരിക്കുന്നുണ്ട്. അല്ല, അതാ പറഞ്ഞത്, ഏതെങ്കിലും തരത്തിൽ നമുക്കിങ്ങനെ രാമായണത്തെ ഈ കലിയുഗത്തിൽ ഗുണകരമായി നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ? കലിയുഗത്തിൽ ആവശ്യമാണെന്ന് പറഞ്ഞതുകൊണ്ടുള്ള ചോദ്യമാണ്. അങ്ങനെ ഉപയോഗിക്കുന്നുണ്ടോ? രാമായണം മാത്രമല്ല, ഉപനിഷത്തുകളും. അല്ല, രാമായണം എന്ന വിഷയം മാത്രം നമ്മൾ വിഷയത്തെക്കാൾ ശ്രീരാമന്റെ മറ്റുള്ളവർക്കും പെട്ടെന്ന് എന്തെങ്കിലും ജീവിതശൈലിയൊക്കെ മാറ്റം വരും. ചോദ്യം, അങ്ങനെ മാറ്റം നമ്മൾ വരുത്തുന്നുണ്ടോ എന്നാണ് ചോദ്യം. മാറ്റം വരുത്തുന്നില്ല. മാറ്റം വരുത്തുന്നില്ല. അപ്പൊ പിന്നെ രാമായണത്തിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയല്ലേ? തീർച്ചയായും. അപ്പോ പറഞ്ഞതൊക്കെ ശരിയാണ്. കലിയുഗത്തില് രാമായണം നമുക്ക് ഗുണകരമാണ്, അല്ലെങ്കിൽ അധർമ്മത്തിനെതിരെ നമുക്ക് നല്ലതാണ്. പക്ഷേ അത് പറഞ്ഞോണ്ടിരുന്നാൽ മതി. ഇപ്പൊ നമുക്ക് അതിന്റെ ഗുണം ഉണ്ടാവണ്ടേ? അത് നമുക്ക് ഉണ്ടാവണമെങ്കിൽ രാമൻ ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തിനാണ് രാമായണം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോ രാമായണം എഴുതിയതാരാണെന്ന് അറിയാലോ, അല്ലെ? രാമായണം ആരാണ് കൊണ്ടുവന്നതെന്ന് അറിയോ? ആരാണ്? വാൽമീകി എന്നൊരു ഋഷിയാണ് രാമായണം എഴുതിയ ഋഷി. വാൽമീകി പൂർവാശ്രമത്തിൽ, അദ്ദേഹത്തിന്റെ പഴയ കാലത്ത് അദ്ദേഹം ഒരു കൊള്ളക്കാരനായിരുന്നു. രത്നാകരൻ എന്നുള്ള കൊള്ളക്കാരനായിരുന്നു. ആ കഥയൊക്കെ അത്യാവശ്യം എല്ലാവർക്കും അറിയാമായിരിക്കും. അങ്ങനെ ഒരു പരിവർത്തനം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായി. അദ്ദേഹം വളരെ തിന്മ നിറഞ്ഞ മറ്റുള്ളവരെ കൊള്ളയടിച്ച് പക്ഷികളെയൊക്കെ കൊന്ന് അതിനെയൊക്കെ ഭക്ഷിച്ച് തന്റെ ജീവിതം പുലർത്തിയിരുന്ന, ഭാര്യയും മക്കളെയൊക്കെ പുലർത്തിയിരുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെ ആള് പിന്നീട് മഹർഷിയായി മാറി. അതിന് ഒരു മന്ത്രമാണ് ഉപകരിച്ചതെന്ന് പറയും. അത് രാമ എന്ന മന്ത്രമാണ്. ആ രാമ എന്നുള്ള മന്ത്രം അദ്ദേഹത്തിന് പെട്ടെന്ന് പ്രാപ്യമായിരുന്നില്ല. കാരണം പെട്ടെന്ന് അദ്ദേഹത്തിന് അത് രാമ ചൊല്ലാനുള്ള കഴിവില്ല. കാരണം അദ്ദേഹം കാട്ടാളനായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിത രീതിയിൽ ഇത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല, പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പൊ നമ്മൾ വിചാരിക്കും അതെന്താ രാമ എന്ന് പറയുന്നത് അത്ര പാടാണ്. ഞാനൊരു ആദിവാസി ക്രിയ ചെയ്യുന്ന, അല്ലെങ്കിൽ ആദിവാസികളുടെ പൂജ ചെയ്യുന്ന ഒരാളോട് ഒരിക്കലും സംസാരിച്ചപ്പോൾ അദ്ദേഹം ഒരു മന്ത്രം കൊണ്ടാണ് അദ്ദേഹം പൂജ ചെയ്യുന്നത്. അതുകൊണ്ട് ജപിച്ചാണ് ആ ഊരുകളിലുള്ളവർക്കൊക്കെ അസുഖങ്ങളൊക്കെ മാറ്റുന്നത്. അങ്ങനെ അസുഖം മാറുന്നുണ്ട്, അദ്ദേഹത്തിന്റെ പൂജ ഏൽക്കുന്നുണ്ട്. ഒടുവിൽ ആ മന്ത്രം എന്താണെന്ന് അറിയണമെന്ന് എനിക്കൊരു ചെറിയ ആഗ്രഹം തോന്നി. അങ്ങനെ അദ്ദേഹത്തിനോട് ഈ മന്ത്രത്തിന്റെ അതെന്റെ അപ്പൂപ്പൻ എനിക്ക് പറഞ്ഞു തന്നെയാണ്, അങ്ങനെ ഉപാസനയിൽ വന്നതാണ്, അങ്ങേക്ക് അറിയാമോ എന്ന് അറിയില്ല എന്ന് പറഞ്ഞിട്ട് വളരെ രഹസ്യമായി എന്നോട് പറഞ്ഞു നമഃശിവായ. ഇതാണ് അദ്ദേഹത്തിന്റെ മന്ത്രം. നമ്മൾ വിചാരിച്ച് ഏതോ വലിയ ഗഹനമായ മന്ത്രമാണ് നമഃശിവായ. അത് വ്യക്തമല്ല, ശിവായ എന്നുള്ളത് വ്യക്തമല്ല. ഇതിനൊക്കെ ഞാൻ പറയുന്നതിനേക്കാളും വളരെ അവ്യക്തമായിട്ടാണ് അദ്ദേഹം പറയുന്നത്. ആ മന്ത്രം കൊണ്ട് അദ്ദേഹം ഉപാസിച്ച് മരുന്ന് കൊടുക്കുന്നു, മരുന്ന് ഫലപ്പെടുന്നു. അവിടെയൊക്കെ എല്ലാവർക്കും വലിയ ഗുണമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഉച്ചാരണ രീതിക്ക് അങ്ങനെ പറ്റും. അപ്പൊ വാൽമീകിയുടെ അന്നത്തെ കാലത്ത് ഈ രാമ എന്ന മന്ത്രം ചൊല്ലാൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടായിരുന്നു, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പാടായിരുന്നു. അപ്പൊ അങ്ങനെ സപ്ത ഋഷികളാണ് ഇദ്ദേഹത്തിന് മന്ത്ര ഉപദേശം കൊടുക്കുന്നത്. എളുപ്പത്തിന് അവർക്ക് 2 മരങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ട് എന്ന് അദ്ദേഹം പിന്നീട് എത്തിച്ചേർന്നു എന്ന് പറയും. അങ്ങനെ അദ്ദേഹത്തിന് ആ മന്ത്രസിദ്ധി കിട്ടി. അതിനേറെ കാലം അദ്ദേഹം ഇത് മാത്രം ജപിച്ച് ഇരുന്നു. ആദ്യം അദ്ദേഹത്തിന് രാമനാരാണെന്ന് അറിയില്ല, ഇതിന്റെ അർത്ഥം അറിയില്ല, ഒന്നും അറിയില്ല. പക്ഷെ നിരന്തരമായ ജപം കൊണ്ട് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ആ മന്ത്രം മുഴങ്ങി, ഉള്ളിൽ തെളിഞ്ഞു. അദ്ദേഹത്തെ പിന്നീട് അനങ്ങാതെ ഇരുന്ന് ഭക്ഷണം കുറച്ച് ഉപേക്ഷിച്ചു, ജലം ഉപേക്ഷിച്ചു, വായു കൂടി ഉപേക്ഷിച്ചു എന്ന് പറയാം. അദ്ദേഹത്തെ വൽമീകം എന്ന് പറയുന്ന ചെതൽപുറ്റ് അദ്ദേഹത്തിനെ മൂടി. ഇങ്ങനെ ഒരാളുള്ള കാര്യം ആർക്കും അറിയില്ല, കാട്ടിൽ അങ്ങനെ ആയിപ്പോയി. ഒടുവിൽ സപ്തർഷികൾ പിന്നെ എത്രയോ കാലത്തിന് ശേഷം വീണ്ടും വന്ന് ഈ ചെതൽപുറ്റൊക്കെ തട്ടി മാറ്റി, അദ്ദേഹത്തെ തട്ടി ഉണർത്തി. അപ്പോഴത്തേക്ക് അദ്ദേഹം ആ ജ്ഞാന ദേവതയുടെ കടാക്ഷം കൊണ്ട്, രാമമന്ത്രത്തിന്റെ മഹാത്മ്യം കൊണ്ട് ഋഷിയായി മാറി. അങ്ങനെ അദ്ദേഹം വൽമീകത്തിൽ നിന്നുണ്ടായത് കൊണ്ട് വാൽമീകി എന്ന് പേരിട്ട്. വൽമീകം പുറ്റെന്നാണ്, ചെതൽപുറ്റെന്നാണ് അങ്ങനെ ഉണ്ടായതാണ്. അദ്ദേഹം തമുസാ നദി എന്ന് പറയുന്ന നദിയുടെ തീരത്ത് ഒരാശ്രമം കെട്ടി അനേകം ശിഷ്യഗണങ്ങളോടുകൂടി അവിടെ വസിക്കുകയാണ്. അങ്ങനെ വസിക്കുന്ന കാലത്ത് ഒരിക്കൽ തൻ്റെ ജപത്തിന് ശേഷം നദിക്കരയിൽ ഇരിക്കുമ്പോൾ നാരദർ അദ്ദേഹത്തെ കാണാൻ വന്നു.
നാരദർ പൊതുവെ ഇങ്ങനെ സഞ്ചരിക്കുന്ന ആളാണ്. കാണാം, നാരദരെ കണ്ട് വളരെ സ്നേഹത്തോടെ സാഷ്ടാംഗം നമസ്കരിച്ചു, പാദപൂജയൊക്കെ ചെയ്തു, ആഗമനം എന്താണെന്നൊക്കെ ചോദിച്ചു. അങ്ങനെ കണ്ടതിൽ വളരെ സന്തോഷമുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നാരദരോട് പറഞ്ഞു, നാരദര് ചോദിച്ചു, ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ട് അങ്ങനെ കാണാൻ തന്നെയാണ് ഞാൻ വന്നതിലൊരു ഉദ്ദേശമുണ്ട്, പക്ഷെ അങ്ങയുടെ മനസ്സിൽ ഒരു ചെറിയ ഒരു മനോവിഷമം അല്ലെ ഒരു അലട്ടലില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു ചോദ്യം കൊണ്ട് കുറച്ചു കാലം കൊണ്ടേ കഷ്ടപ്പെടുക. ആ ചോദ്യം ഒരു മനുഷ്യൻ ഉത്തമനായ ഒരു മനുഷ്യനെ കാണിച്ചു തരാനുണ്ടോ എന്നാണ്. മാതൃകാ പുരുഷോത്തമനായ ഒരു മനുഷ്യനെ കാണിച്ചു തരാനുണ്ടോ? അങ്ങനെ ഒരാളെ കുറിച്ച് എനിക്ക് അറിയില്ല, അങ്ങനെ ഒരാളുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. അപ്പോൾ നാരദർ ചോദിച്ചു, അങ്ങയുടെ ഉദ്ദേശം അനുസരിച്ച് ആരാണ് ഈ മാതൃകാ പുരുഷോത്തമൻ, അല്ലെ അങ്ങനെ ഒരു മനുഷ്യനെ കുറിച്ച് അങ്ങയുടെ ലക്ഷണം എന്തൊക്കെയാണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ധൈര്യം, സത്യം, അഹിംസ, അങ്ങനെ കുറേ ഗുണങ്ങൾ ഇദ്ദേഹം പറഞ്ഞു. അങ്ങനെ ഒരാൾ ഉണ്ടാവാൻ സാധ്യത കുറവാണ്, പക്ഷെ അങ്ങനെ ഒരാളുണ്ട്, അതാണ് ദശരഥപുത്രനായ ശ്രീരാമൻ. ഇങ്ങനെ ശ്രീരാമനെ കുറിച്ച് നാരദര് വളരെ ലഘുവായിട്ട് അദ്ദേഹത്തിന്റെ ജീവിത കഥകൾ പറഞ്ഞു. ഇതൊക്കെ കേട്ട് സന്തോഷത്തോടെ അങ്ങനെ എൻ്റെ ആദർശ പുരുഷനായിട്ട് ഒരാൾ ജീവിച്ചിരിപ്പുണ്ടല്ലോ എന്ന സന്തോഷത്തിൽ നാരദരെ യാത്ര അയക്കിയതിന് ശേഷം അദ്ദേഹം തൻ്റെ ആശ്രമ വൃത്തികളിലേക്ക് പ്രവേശിച്ചു. പക്ഷെ ഇതിനുള്ളിൽ എന്തോ ഒരു ശാന്തത അന്നേരം മുതലുണ്ട്. ഈ ശ്രീരാമ മന്ത്രം, അപ്പോൾ താൻ തന്നെ ജപിച്ചത് ഈ ശ്രീരാമന്റെ മന്ത്രമാണല്ലോ എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തെളിയുന്നതുകൊണ്ട് ഒരു ശാന്തതയുണ്ട്. ഇങ്ങനെ നദിക്കരയിൽ ഒരു ശാന്തമായ സ്ഥലത്ത് ശിഷ്യനിൽ നിന്നൊക്കെ മാറി അദ്ദേഹം ഇരിക്കുമ്പോൾ 2 പക്ഷികൾ ഒരു മരത്തിൽ ഇരിക്കുന്നത് കണ്ടു. അവർ ഇണചേർന്ന് വളരെ സന്തോഷത്തോടെ ഇങ്ങനെ നാദങ്ങളൊക്കെ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. അവരുടെ ശബ്ദം വളരെ കേൾക്കാൻ ഇമ്പമായിട്ടൊക്കെ തോന്നും. അപ്പോൾ അദ്ദേഹം ശ്രദ്ധിച്ചു. അപ്പോൾ പ്രകൃതിയുടെ ഇത്ര വലിയ ലീലകളൊക്കെ കണ്ട അവർ ആനന്ദിച്ചിരിക്കുമ്പോൾ അതിൽ ആൺപക്ഷിക്ക് ഒരു വേടൻ്റെ അമ്പേറ്റ് താഴെ. അതുവരെ വളരെ ഉല്ലാസത്തോടിരുന്ന ആ പക്ഷി കരഞ്ഞുകൊണ്ട് രക്തത്തിൽ കുളിച്ച് താഴെ വീണു. ആ ഇണപക്ഷി വളരെ ദയനീയമായി കരയാനും തുടങ്ങി. തൊട്ട് മുമ്പത്തെ നിമിഷത്തിൽ വളരെ ഉല്ലാസത്തോടിരുന്ന ഒരു സാഹചര്യം പെട്ടെന്ന് വളരെ ദുഃഖകരമായി മാറി. ഇത് കണ്ട് മഹർഷിക്ക് പെട്ടെന്ന് വലിയ വിഷമം തോന്നി. ഇങ്ങനെ ഇരിക്കുന്ന ഈ പക്ഷിയെ അമ്പെയ്ത് കൊന്ന വേടനെ നോക്കിയിട്ട് മഹർഷി ഒരു ശാപം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് അറിയാതെ പുറത്തു പോകും. നമ്മൾ കേട്ട മാനിഷാദ എന്നൊക്കെ തുടങ്ങുന്നത് അരുത് കാട്ടാള, എന്ത് ക്രൂരമാണ് നീ ചെയ്തത്? ഇങ്ങനെ ഇരിക്കുന്ന ഒരു പക്ഷിയെ അമ്പെയ്ത് കൊല്ലാൻ തക്ക പാപിയാണോ നീ? നിനക്ക് മനുഷ്യന് അനുവദിക്കപ്പെട്ട ദീർഘായുസ് ഇതോടെ നഷ്ടപ്പെട്ടു പോകട്ടെ എന്ന് അദ്ദേഹം ശ്രമിച്ചു. അത് കഴിഞ്ഞ് അദ്ദേഹം തൻ്റെ ആശ്രമത്തിലേക്ക് പോയെങ്കിലും ഈ സംഭവം അദ്ദേഹത്തെ മനസ്സിൽ അലട്ടി. അതിലുപരിയായിട്ട് അദ്ദേഹം പറഞ്ഞ ശാപവാക്കുകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വീണ്ടും വന്നു. അതിനെക്കുറിച്ച് ഒന്നുകൂടെ ചിന്തിച്ചപ്പോൾ അത് വൃത്തനിബിഡമായിട്ടുള്ള ഒരു വാക്കുകളായിട്ട് തോന്നി, ശ്ലോകമായിട്ട് അദ്ദേഹത്തിന് തോന്നി. വൃത്തം എന്ന് വെച്ചാൽ സംസ്കൃതത്തിലെ പദ്യങ്ങളെ ക്രമീകരിക്കുന്ന ഒരു ചിട്ടയാണ്. അപ്പം നമ്മുടെ ഛന്ദസ് എന്ന് അതിന് പറയാറുണ്ട്. അപ്പം അത്തരത്തിലുള്ള വാക്കുകളായിട്ട് ഒരു ശ്ലോകമായിട്ട് അദ്ദേഹത്തിന് മനസ്സിലായി. ഇത് മനഃപൂർവ്വം അല്ല, പക്ഷെ ആ പറഞ്ഞത് അങ്ങനെ വന്നു. അപ്പം അതിനെക്കുറിച്ച് എൻ്റെ ശിഷ്യനോട് പറഞ്ഞു. ശിഷ്യൻ നോക്കിയപ്പോൾ ശരിയാണ്, വളരെ ലക്ഷണയുക്തമായൊരു ശ്ലോകമാണ്. ഇതെങ്ങനെ സംഭവിച്ചു, എന്താണ് ഇതിൻ്റെ പിറകിലെന്ന് ആലോചിച്ച് ഇരിക്കുമ്പോൾ അവിടെ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു. ബ്രഹ്മാവിനെ കണ്ടിട്ട് ഇദ്ദേഹത്തിന് വളരെ ആശ്ചര്യമായിട്ട് അദ്ദേഹത്തിനെ നമസ്കരിച്ചു. അദ്ദേഹത്തിന് ആശ്രമത്തിൽ അതുകൊണ്ട് ഈ പാദപൂജയൊക്കെ ചെയ്തു, ഇരിക്കാൻ ആസനമൊക്കെ കൊടുത്തിട്ട് അങ്ങയുടെ ആഗമനം വളരെ സന്തോഷമാണ്, എൻ്റെ ജന്മം കൃതാർത്ഥമായി എന്നൊക്കെ പറഞ്ഞിട്ട് ബ്രഹ്മാവിനോട് ഈ വിഷയം പറഞ്ഞു. എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ശ്ലോകം വന്നു. ആ ശ്ലോകത്തിൻ്റെ അർത്ഥം ഗഹനമാണ്, അതേപോലെ ശ്ലോകം വളരെ മനോഹരമാണ്. അപ്പോൾ പറഞ്ഞത് വെറുതെ വന്നതല്ല, ബ്രഹ്മാവായ ഞാൻ തന്നെ നിന്റെ മനസ്സിൽ തോന്നിപ്പിച്ചതാണ്. ഈ ശ്ലോകത്തിലെ വൃത്തമനുസരിച്ച്, ശ്ലോകത്തിൻ്റെ ചിട്ടയനുസരിച്ച് നീ ഒരു കാവ്യം രചിക്കണം. അത് ദശരഥപുത്രനായ രാമന്റെ കഥയായിരിക്കണം. ആ കാവ്യം രചിക്കാൻ നിന്നെയാണ് നിയോഗിച്ചിരിക്കുന്നത്. നാരദർ എൻ്റെ നിർദ്ദേശമനുസരിച്ചാണ് അങ്ങയെ വന്ന് കണ്ടതും രാമനെ കുറിച്ച് പറഞ്ഞു. അപ്പം രാമനെ കുറിച്ചുള്ള കാവ്യം ഈ വൃത്തത്തിൽ രചിക്കണമെന്ന് വാൽമീകിയോട് ഉപദേശിച്ചിട്ട് ബ്രഹ്മാവ് യാത്ര ചെയ്തു. അവിടെ മുതൽ വാൽമീകി തൻ്റെ മനസ്സിൽ ഈ കാവ്യം നിർമ്മിക്കാനുള്ള ജിജ്ഞാസയോടുകൂടി അതിനു വേണ്ടിയുള്ള ശ്രമം തുടങ്ങും. അദ്ദേഹം ശിഷ്യന്മാരോടൊക്കെ കൂടിയിരുന്നിട്ട് കണ്ണുകൾ അടച്ചിരിക്കുമ്പം തന്നെ ഇദ്ദേഹത്തിന് ശ്രീരാമനെ കുറിച്ച് ഓർമ്മ വരുന്നു, ശ്രീരാമന്റെ സഹോദരന്മാരെ കുറിച്ച് ഓർമ്മ വരുന്നു, ഈ അയോധ്യയിലെ കാര്യങ്ങളെ കുറിച്ച് ഓർമ്മ വരുന്നു. ഒക്കെ അദ്ദേഹത്തിന്റെ മനസ്സിലൊരു ചിത്രം പോലെ ബ്രഹ്മാവിന്റെ അനുഗ്രഹം കൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. ആ ജീവിത രീതി ഞാനൊരു വരമായി നിനക്ക് പറഞ്ഞു തരുന്നുണ്ട്, നീ വെറുതെ ഇരുന്നാൽ മതി, കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട്.
അങ്ങനെ ആ ജീവിതചരിത്രം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തെളിയുകയാണ്. അത് വെച്ചിട്ട് അദ്ദേഹം ആ കൃതി രചിച്ചു. വാൽമീകി കൃതി രചിക്കുമ്പോൾ ഇതിന് 24,000 ശ്ലോകങ്ങളുണ്ട്. അതിനെ അദ്ദേഹം 6 കാണ്ഡങ്ങളായിട്ട് വിഭജിച്ചു. 500 അധ്യായങ്ങൾ. മനസ്സിലായില്ലേ? രാമായണത്തിന് 24,000 ശ്ലോകങ്ങളുണ്ട്. അതിന് 6 കാണ്ഡങ്ങളുണ്ട്. 500 അധ്യായങ്ങളുണ്ട്. കാണ്ഡങ്ങളെന്ന് വെച്ചാൽ മനസ്സിലായല്ലോ. പഴയ കാലത്ത് ഇതിനെ തരംതിരിക്കുന്നതിന് ഇങ്ങനെ ഉപയോഗിച്ചിരുന്നു. കാണ്ഡങ്ങൾ. മഹാഭാരതം പർവ്വങ്ങളായിട്ടാണ്. ഭാഗവതം എങ്ങനെയാണ്? സ്കന്ധങ്ങളായി. ഇങ്ങനെയാണ് ഇതിന്റെ തരംതിരിവ്. അതെ. അപ്പൊ ഇങ്ങനെ മഹാഭാരതം പർവ്വമാണ്. അപ്പൊ ഇങ്ങനെ കാണ്ഡങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അങ്ങനെ വാൽമീകി ഇതെല്ലാം രചിച്ചു കഴിഞ്ഞ് ഇതിനെ എല്ലാവരിലേക്കും എത്തിക്കാൻ എന്താണ് വഴി എന്ന് കൂടി ആലോചിച്ചപ്പോൾ അതിൽ 2 കുമാരന്മാർ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ഞങ്ങൾ ഇത് പാടിക്കൊണ്ട് നടക്കാം. അപ്പോൾ അവരോട് പറഞ്ഞു, ചൊല്ലാൻ പറഞ്ഞു. അവര് വളരെ ഈണത്തിൽ, വളരെ ആളുകൾക്ക് ഇമ്പം തോന്നുന്ന രീതിയിൽ, ആരെയും ആകർഷിക്കുന്ന രീതിയിൽ ഈ രാമായണ മഹാകാവ്യം അവര് ഈ ഒറ്റക്കമ്പി വീണയിൽ കയ്യിൽ കൊണ്ട് നടന്ന് പാടി. അവിടെ ആശ്രമത്തിൽ വെച്ച് തന്നെ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു. ഒടുവിൽ ആ നാട് മുഴുവൻ നടന്ന് ഇവർ ഈ രാമായണ കഥ പാടി. ഇതിനെക്കുറിച്ച് ശ്രീരാമൻ ആ സമയത്ത് രാജ്യം ഭരിക്കുകയാണ്. അദ്ദേഹം അറിഞ്ഞു. ഇവരെ വിളിച്ചു, രാജകൊട്ടാരത്തിൽ കൊണ്ടുവന്നു. ഇവരെ കൊണ്ട് പാടിപ്പിച്ചു. ശ്രീരാമന് തൻ്റെ കഥയാണെന്ന് പോലും മറന്നുപോയി അദ്ദേഹം സിംഹാസനത്തിൽ ഇറങ്ങി വന്ന് തറയിൽ ഇരുന്നത് കേട്ടുകൊണ്ടാണ്. അത്ര മഹത്തരമായിരുന്നു ഇവരുടെ ആലാപനം. അവർക്ക് വേണ്ടുന്നതൊക്കെ കൊടുത്തു, അവരെ അയച്ചു. എന്നിട്ട് ഇത് എവിടെ നിന്നാണ് ഇവർ വന്നതെന്ന് അദ്ദേഹം അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ വാൽമീകിയുടെ മഹർഷി ആശ്രമത്തിൽ എത്തുകയും ഒക്കെ ചെയ്യുന്നതായിട്ട് കഥകളുടെ പിന്നെ ഭാഗമുണ്ട്. അങ്ങനെ എന്തായാലും തുടങ്ങുന്നത് നമ്മൾ പറഞ്ഞു ബ്രഹ്മാവിൻ്റെ ഉപദേശമാണ്. ഇത് ആദ്യം മഹാവിഷ്ണു ബ്രഹ്മാവിന് ഉപദേശിച്ചതാണെന്ന് പറയുന്നത്. ബ്രഹ്മാവ് നാരദർക്കും, നാരദര് വാൽമീകി ഉപദേശിച്ചു എന്നാണ് എന്ന് പറഞ്ഞത്. ഇതിനെ നമ്മൾ കാണുന്ന രാമായണം വാൽമീകി രാമായണമല്ല, നമ്മൾ കാണുന്നത് അധ്യാത്മ രാമായണം. അതാത് ഭാഷകളിൽ കാലത്തിനനുസരിച്ച് രാമായണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ അങ്ങനെയുള്ള രാമായണം ഉണ്ടായ മലയാളത്തിലെ രാമായണമാണ് അധ്യാത്മ രാമായണം. അധ്യാത്മ രാമായണം മൂല രാമായണം ചുവട് പിടിച്ചാണ് പോയതെങ്കിലും കുറച്ച് മാറ്റങ്ങളുണ്ട്. കാരണം കഥകളിൽ ചെറിയ മാറ്റമുണ്ട്. അധ്യാത്മ രാമായണത്തിൽ ശ്രീരാമൻ പൂർണ്ണമായിട്ടും ഭഗവാനാണ്. വാൽമീകി രാമായണത്തിൽ മനുഷ്യനാണ്. ശ്രീരാമൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണെങ്കിലും സാമാന്യമായി മനുഷ്യൻ തന്നെയാണ് വാൽമീകി രാമായണം. ഇത് കുറച്ചുകൂടെ ദൈവികത കൂടുതലാണ് അധ്യാത്മ രാമായണം. അത് ഭക്തിയുടെ ഒരു രീതിയാണ്. അധ്യാത്മ രാമായണം കിളിപ്പാട്ടാണ്, അറിയാമല്ലോ, കേട്ടിട്ടുണ്ടാവും. കിളിപ്പാട്ടാണ്, കിളിയെ കൊണ്ട് പാടിക്കുന്ന രീതിയിലാണ്. അങ്ങനെയാണോ? ഭക്തിക്ക് പ്രാധാന്യം കൂടുതൽ കൊടുത്തിട്ടാണ്. മറ്റെന്തെങ്കിലും രാമായണത്തെ കുറിച്ച് അറിയാമോ? ഇപ്പൊ ഞാൻ ഉത്തരരാമായണം രാമായണത്തിന്റെ തന്നെ ഭാഗം, രണ്ടാമത്തെ ഒരു ഭാഗം. അതായത് ശ്രീരാമന് ശേഷം ലവകുശന്മാരുടെ കാലം പറയുന്ന ഒരു ഭാഗമാണ്. പട്ടാഭിഷേകം വരെ നിർത്തിയിട്ട് ബാക്കി ഉത്തര രാമായണമായിട്ട് ഇതിൽ വെച്ചിട്ടുണ്ട്. നമ്മുടെ അധ്യാത്മ രാമായണത്തിൽ ലവകുശന്മാര് ശ്രീരാമന്റെ അതെ അതെ അത് അതൊക്കെ സുന്ദരകാന്ഡത്തില് രണ്ടാമത് സുന്ദര ഭാഗമായിട്ട് വെച്ചതാണ്. ലോകത്തില് ഭാരതത്തിൽ മാത്രമല്ല രാമായണം ഉണ്ടായിട്ടുള്ളത്. തായ്ലാന്റ് തുടങ്ങിയ ഇന്തോനേഷ്യ തുടങ്ങിയ എല്ലാ രാജ്യങ്ങളിലും രാമായണങ്ങളുണ്ട്. അവിടുത്തെ വെർഷനിലാണെന്നേ ഉള്ളൂ, പക്ഷെ കഥ ഇത് തന്നെയാണ്. എല്ലായിടത്തും രാമായണം 15ഓളം രാമായണങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. 15ഓളം സ്ഥലങ്ങളിലെ രാമായണങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. ഇന്തോനേഷ്യയിലെ പ്രബലമായ മാലിദ്വീപിൽ ഒക്കെ രാമായണങ്ങൾ അതാത് സ്ഥലങ്ങളിലുണ്ട്. കഥ ഇത് തന്നെയാണ്. ചെറിയ ചെറിയ പ്രാദേശിക മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. അതേപോലെ ഇപ്പോഴത്തെ ഇസ്ലാം രാഷ്ട്രങ്ങൾ ഇന്തോനേഷ്യയൊക്കെ ഇപ്പം അങ്ങനെയാണ്. അവിടെ പോലും ഇപ്പോഴും രാമായണത്തിന്റെ പ്രാധാന്യവും രാമായണ കാര്യങ്ങളൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ടെന്നുള്ളതാണ് പറഞ്ഞത്. അപ്പൊ എന്തായാലും മൂലരാമായണമായ വാൽമീകി രാമായണത്തെ അധികരിച്ചിട്ടാണ് നമ്മൾ ഒരു കഥനമായ അധ്യാത്മ രാമായണം അല്ല